ഓൾ, അപ്പോൾ നമ്മുടെ 365 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിന്റെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങളുടെ സജഷൻ വെച്ചിട്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചലഞ്ചിന്റെ അപ്ഡേറ്റ്സ് ഡെയിലി സീരീസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് $10,000 ഫണ്ടഡ് അക്കൗണ്ട് ആണ്. മാർവിൻ ഫണ്ടഡിന്റെ $10,000 അക്കൗണ്ട് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ മൺഡേ മുതൽ ട്രേഡ് ചെയ്യുന്നതിന്റെ ഡെയിലി അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യാം. ആൻഡ് ബേസിക്കലി ഈ ഒരു ചലഞ്ചിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ റിസ്ക് എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. 1% മാത്രമായിരിക്കും പെർ ട്രേഡിൽ റിസ്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന്റെ എൻ്റെയർ അപ്ഡേറ്റ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴുള്ള എൻ്റെയർ അപ്ഡേറ്റ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. അറ്റ് ദ എൻഡ് നമുക്ക് എത്ര റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് നോക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിക്ക് ആയിരിക്കും ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചലഞ്ചിന്റെ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. ബൈ. ഹായ് ഓൾ, അപ്പോൾ നമ്മുടെ 365 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിന്റെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങളുടെ സജഷൻ വെച്ചിട്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചലഞ്ചിന്റെ അപ്ഡേറ്റ്സ് ഡെയിലി സീരീസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് $10,000 ഫണ്ടഡ് അക്കൗണ്ട് ആണ്. മാർവിൻ ഫണ്ടഡിന്റെ $10,000 അക്കൗണ്ട് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ മൺഡേ മുതൽ ട്രേഡ് ചെയ്യുന്നതിന്റെ ഡെയിലി അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യാം. ആൻഡ് ബേസിക്കലി ഈ ഒരു ചലഞ്ചിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ റിസ്ക് എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. 1% മാത്രമായിരിക്കും പെർ ട്രേഡിൽ റിസ്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന്റെ എൻ്റെയർ അപ്ഡേറ്റ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴുള്ള എൻ്റെയർ അപ്ഡേറ്റ് ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. അറ്റ് ദ എൻഡ് നമുക്ക് എത്ര റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് നോക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിക്ക് ആയിരിക്കും ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചലഞ്ചിന്റെ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. ബൈ.